നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡ് ജേതാവും UAE-യിലെ പ്രമുഖ വ്യവസായിയുമായ സിദ്ധാർത്ഥ് ബാലചന്ദ്രൻ നേതൃത്വം നൽകുന്ന വ്യൂമർക്ക് ഇന്ത്യ ഫൗണ്ടേഷൻ പ്രതിനിധികൾ നാളെ ആൽഫ എടമുട്ടം ഹോസ്പിസ് സന്ദർശിക്കും. ഫൗണ്ടേഷൻ ചെയർമാൻ R. ബാലചന്ദ്രൻ, ട്രസ്റ്റിമാരായ ശിവ് സിദ്ധാർത്ഥ്, ശ്രേഷ്ഠ് സിദ്ധാർത്ഥ്, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ KN വിനയരാജൻ എന്നിവരാണ് സംഘത്തിലുണ്ടാവുക. ആൽഫ ചെയർമാൻ KM നൂറുദ്ദീന്റെ നേതൃത്വത്തിൽ സംഘത്തെ സ്വീകരിക്കുകയും ആൽഫയുടെ പ്രവർത്തനങ്ങൾ നേരിൽ കാണാൻ അവസരമൊരുക്കുകയും ചെയ്യും. ആൽഫ എടത്തിരുത്തി സെന്ററിന്റെ ഒരു അവലോകന യോഗം സെന്ററിൽ ചേർന്നു. സെന്റർ പ്രസിഡന്റ് പ്രതാപൻ മേനോത്ത് അധ്യക്ഷത വഹിച്ചു. ഓണാഘോഷം പൂർവാധികം ഭംഗിയായി നടത്തുവാൻ യോഗം തീരുമാനിച്ചു. എടത്തിരുത്തി ലിങ്ക് സെന്റർ വോളണ്ടിയറും റിട്ടയേർഡ് പോലീസ് ഓഫീസറുമായ മൂന്നാക്കപ്പറമ്പിൽ മുഹമ്മദ് ആൽഫ എടത്തിരുത്തി സെന്റർ പ്രവർത്തന ഫണ്ടിലേക്ക് 10,000 രൂപ സംഭാവന ചെയ്തു. വൈസ് പ്രസിഡന്റ് രാജ്കുമാർ, സുഭദ്ര, ട്രഷറർ ഇബ്രാഹിം കുട്ടി എന്നിവർ പങ്കെടുത്തു. തിരുവനന്തപുരം കാട്ടാക്കട ചിന്മയ വിദ്യാലയ ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്ക് പാലിയേറ്റീവ് അവബോധ ക്ലാസും ആയുഷ് ക്ലബ് ഉദ്ഘാടനവും നടത്തി. പ്രിൻസിപ്പൽ കൃഷ്ണകുമാരി പരിപാടികൾക്ക് നേതൃത്വം നൽകി. 50 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കമ്മ്യൂണിറ്റി വെൽഫെയർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അക്ഷയ് ബാബു, കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ ഗൗരി കൃഷ്ണ എന്നിവർ ക്ലാസ് എടുത്തു. തൃശൂർ ചാവക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയുഷ് ക്ലബിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കെയർ ബോധവൽക്കരണ ക്ലാസ് നടത്തി. 80 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കോർഡിനേറ്റർ ബിന്ദു ടീച്ചർ സ്വാഗതം പറഞ്ഞു. കമ്മ്യൂണിറ്റി വെൽഫെയർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ മേഘ്ന അനിൽകുമാർ പാലിയേറ്റീവ് കെയർ ബോധവൽക്കരണ ക്ലാസ് നടത്തി. സ്റ്റുഡന്റ് കോർഡിനേറ്റർ നിസ്രിയ നന്ദി പറഞ്ഞു. ഏങ്ങണ്ടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയുഷ് ക്ലബ് ഉദ്ഘാടനവും പാലിയേറ്റീവ് കെയർ ബോധവൽക്കരണ ക്ലാസും നടത്തി. 40 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സ്റ്റുഡന്റ് കോർഡിനേറ്റർ നിസ്രിയ സ്വാഗതം പറഞ്ഞു. പാലിയേറ്റീവ് കെയർ ബോധവൽക്കരണ ക്ലാസിന് കമ്മ്യൂണിറ്റി വെൽഫെയർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ മേഘ്ന അനിൽകുമാർ നേതൃത്വം നൽകി. സ്റ്റുഡന്റ് കോർഡിനേറ്റർ ആർദ്ര നന്ദി പറഞ്ഞു. ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.